ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്കായി പങ്കുവയ്ക്കുമ്പോൾ ദൈവം അതിനെ വളരെയധികം വർദ്ധിപ്പിക്കുമെന്ന് മത്തായി 15-ാം അധ്യായത്തിലെ അപ്പത്തിന്റെ അത്ഭുതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്കായി പങ്കുവയ്ക്കുമ്പോൾ ദൈവം അത് വർദ്ധിപ്പിക്കും. ശിഷ്യന്മാർ നൽകിയ 7 അപ്പവും കുറെ ചെറുമീനും കർത്താവ് നുറുക്കിയപ്പോൾ അത് ജനസഹസ്രങ്ങൾക്കുള്ള സമ്പന്ന കലവറയായി തീർന്നു. നുറുക്കപ്പെടുവാൻ വിസമ്മതിച്ചാൽ അനുഗ്രഹം വർദ്ധിക്കില്ലെന്നാണ് തിരുവചനം പറയുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ജീവിതം നുറുക്കപ്പെടുമ്പോഴാണ് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത്. പഴയ നിയമത്തിലെ യാക്കോബിന്റെ മകനായ ജോസഫ് വീട്ടിലെ സൗകര്യങ്ങളിൽ വളർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ സമ്പന്നനാകുമായിരുന്നു. എന്നാൽ സഹനങ്ങളിൽ ശരീരവും മനസ്സും ജീവിതവുമൊക്കെ നുറുക്കപ്പെട്ടപ്പോൾ ഈജിപ്തിലെ പരമോന്നത പദവി നേടി പ്രൈം മിനിസ്റ്ററായി. നമ്മുടെ നുറുക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് നേടിത്തരുന്നത് വലിയ വർധനവാണെന്നാണ് കർത്താവ് പറയുന്നത്. മത്തായി 5-ാം അധ്യായം. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നുറുക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ അത്തരമൊരവസ്ഥയിലാണോ? കുടുംബം, ദാമ്പത്യം, ജോലി, ബന്ധങ്ങൾ തുടങ്ങിയവയിൽ കഠിനമായി നുറുക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും വലിയ വലിയ അനുഗ്രഹങ്ങൾ വിരിയും. ഇവിടെ നുറുക്കപ്പെടുന്നത് നിത്യതയിലെ വർധനവും ശേഷിപ്പുമാകും. പാപപരിഹാര ബലിക്കായി ക്രിസ്തു കാൽവരിയിൽ നുറുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും പാപക്ഷമയും സർവ്വലോകത്തിനും ലഭിച്ചു, ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലെസ്സിംഗ് മൾട്ടിപ്ലൈ when life is broken. Praise the Lord. 5 അപ്പവും 2 മീനും കൊണ്ട് ജനസഹസ്രങ്ങളെ തൃപ്തരാക്കിയത് മാത്രമല്ല, ശേഷിച്ച വൻകുട്ടകളിലെ മിച്ചവും ഈ സംഭവത്തിലെ അത്ഭുതമാണ്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സമ്പന്നമായി കൊടുക്കുന്ന ദാനശീലനാണ്. ആയിരങ്ങൾക്ക് വിരുന്നൊരുക്കി മിച്ചം വരുത്തിയ ക്രിസ്തുവിന് കൊടുക്കാവുന്ന ഒരു പേരാണ് ആവശ്യത്തിലധികം നൽകുന്ന ദൈവം, ഗോഡ് ഓഫ് മോർ ദാൻ എനഫ്. മരുഭൂമിയിൽ അനാഥയായ തനിക്കും കുഞ്ഞിനും വേണ്ടി നീരുറവ ഒഴുക്കിയ ദൈവത്തിന് ഹാഗാർ മനോഹരമായ ഒരു പേരിട്ടു, എൽറോയ്, ഗോഡ് ഹു സീസ്, എന്നെ കാണുന്നവൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളുടെയും പേരിൽ നമുക്കും ദൈവത്തിന് ഓരോ പേരിടാവുന്നതാണ്.
നിസ്സഹായതയിൽ എന്നെ കൈപിടിച്ചു നടത്തിയ ദൈവം, എല്ലാവരും കൈവിട്ടപ്പോൾ കൂടെ ചേർന്നു നിന്ന ഇമ്മാനുവേൽ, രോഗക്കിടക്ക മാറ്റിവിരിച്ചവൻ, മരണനിഴൽ താഴ്വരയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയവൻ. അങ്ങനെ ജീവിതത്തിലെ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അത്ഭുതങ്ങളുടെ പേരിൽ നമുക്കും ദൈവത്തിന് പേരിടാം. അത് ഓർമ്മയിൽ സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള മിച്ചമാണ് നമ്മുടെ അക്കൗണ്ടിലെ ഇപ്പോഴത്തെ സേവിങ്. അതും ദൈവത്തിൻ്റെ അത്ഭുതമാണെന്ന് നമ്മൾ മറക്കരുത്. ഞാൻ നേടിയത്, ഞാൻ സമ്പാദിച്ചത്, എൻ്റെ പ്ലാനിങ് കൊണ്ട് ബാലൻസ് ഉണ്ടായത് എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അനേകം ദുരന്തങ്ങളും രോഗങ്ങളും അപകടങ്ങളും ദൈവം ഒഴിവാക്കി തന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ബാലൻസ് ഉണ്ടായത്. വരുമാനത്തിൻ്റെ മാത്രമല്ല, മിച്ചത്തിൻ്റെയും ഓഹരി എളിയവർക്ക് കൊടുക്കുന്നത് പുണ്യമാണ്. അത് നമ്മിൽ നിന്നും കൈനീട്ടി വാങ്ങുന്നത് ദൈവമാണ്. തലമുറ തലമുറകളിലേക്കുള്ള സമൃദ്ധിയും അനുഗ്രഹവും നിത്യതയിലെ നിക്ഷേപവുമായി നമ്മൾ കൊടുക്കുന്നത് ദൈവം മടക്കി നൽകും. മത്തായി 25 അനന്തരം രാജാവ് തന്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. രാജാവ് പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ക്രിസ്തു 4000 പേർക്ക് ഭക്ഷണം നൽകിയത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും കരുതലിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് കർത്താവിൻ്റെ സമർത്ഥമായ കൃപയിൽ ആശ്രയിക്കാം. ആവശ്യക്കാരിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ചാനലുകളായി നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കാനും ചുറ്റുമുള്ളവരുമായി അവൻ്റെ സ്നേഹം പങ്കുവയ്ക്കാനും ഈ അത്ഭുത സംഭവത്തിൻ്റെ ചിന്ത നമുക്ക് സഹായകമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരുതലിനും സ്നേഹത്തിനുമൊക്കെ വളരെ നന്ദി. അങ്ങയുടെ സമൃദ്ധിയിലും അത്ഭുത ശക്തിയിലും ആശ്രയിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.